ജീവിതം എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല മോളെ. ഞാൻ തന്നെ നിന്റെ അച്ഛൻ്റെ കൂടെ എന്തോരം അഡ്ജസ്റ്റ് ചെയ്താണ് മുന്നോട്ട് പോകണമെന്ന് നമുക്കറിയാലോ. നമ്മൾ സ്ത്രീകളാണ് എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കേണ്ടത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമൊന്നും ആക്കേണ്ട ഒരു കാര്യമില്ല. നീ നിന്റെ ഭർത്താവിന്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നിന്റെ താഴെ 4 അനുജത്തിമാരാണെന്നുള്ള കാര്യം. നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വീട്ടിലേക്ക് വന്നാൽ അവർക്ക് നല്ലൊരു ആലോചന വരും. ഹായ് എവ്രിവൺ, ഞാൻ ഫാത്തിമ ഫാഹിറ. ഗാർഹിക പീഡനം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് നമ്മുടെ സമൂഹം നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഗാർഹിക പീഡനം. ഭർത്താവായ ചിലപ്പോൾ തല്ലിയെന്നിരിക്കും, അത് നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. ഭർത്താവിന്റെ വീട്ടുകാർ ചിലപ്പോൾ വഴക്കു പറഞ്ഞെന്നിരിക്കും, എന്തെങ്കിലും ചെയ്താലും നിന്റെ മോളെപ്പോലെ കരുതുന്നോണ്ടാണ്. ഇതൊക്കെയാണ് നമ്മൾ സ്ത്രീകളെ സമൂഹം പഠിപ്പിക്കുന്ന ഒരു കാര്യം. ഗാർഹിക പീഡന വാർത്തകൾ പത്രങ്ങളിൽ നിറയുമ്പോൾ 86% സ്ത്രീകൾ ഗാർഹിക പീഡനം റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം. അതൊന്ന് ആലോചിച്ച് നോക്കൂ, 86% സ്ത്രീകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിന് കാരണം നമ്മുടെ നാട്ടിൽ പൊതുവായിട്ടുള്ള ഒരു ധാരണയുണ്ട്, സ്ത്രീ എന്നാൽ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ പോയി ഭർത്താവിനെയും വീട്ടുകാരെയും പരിപാലിക്കുക, അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയുള്ള കുറെ ഡ്യൂട്ടീസുകളൊക്കെ ചെയ്യുക എന്നുള്ളത്. എന്നാൽ പുരുഷന്മാർക്കോ വിവാഹം കഴിഞ്ഞാൽ തന്റെ കുടുംബത്തിലേക്ക് ഒരാളെ കൊണ്ടുവന്ന് തന്നെയും വീട്ടുകാരെയും പരിപാലിപ്പിക്കുക എന്നുള്ളത്. സ്ത്രീ ആയതുകൊണ്ട് ഭർത്താവിന്റെ ഏത് തരത്തിലെ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരുടെ ഏത് തരത്തിലുള്ള പീഡനങ്ങളും സഹിക്കാനും ക്ഷമിക്കാനും നമ്മുടെ വീട്ടുകാരും സമൂഹവും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ അടിക്കുക ഇടിക്കുക മാത്രമാണ് ഗാർഹിക പീഡനം എന്നുള്ള തെറ്റിദ്ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അത് മാത്രമല്ല, ഗാർഹിക പീഡനത്തിൽ പലതരങ്ങളുണ്ട്. ഒന്നാമത്തത് ഫിസിക്കൽ അബ്യൂസ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ശാരീരിക ഉപദ്രവം. സ്ത്രീയെ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ തല്ലുകയോ ചവിട്ടുകയോ ഇടിക്കുകയോ അടിക്കുകയോ ഒക്കെ ചെയ്താൽ അതൊക്കെ ഈ ഗാർഹിക പീഡനത്തിലെ ഫിസിക്കൽ അബ്യൂസിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തത് സെക്ഷൽ അബ്യൂസ്. അതായത് സ്ത്രീയുടെ കൺസെന്റ് ഇല്ലാണ്ട് സ്വന്തം ഭർത്താവാണെങ്കിൽ പോലും സെക്സിന് നിർബന്ധിക്കുക, ഫോഴ്സ്ഫുള്ളി സെക്സ് ചെയ്യുക. അതിനെ നമ്മൾ റേപ്പ് എന്ന് പറയും. എല്ലാവരും പറയും ഭർത്താവാണ് സ്ത്രീയുടെ മേലുള്ള എല്ലാ അവകാശവും, സ്ത്രീയുടെ ശരീരത്തിനുള്ള, ഭാര്യയുടെ ശരീരത്തിലുള്ള എല്ലാ അവകാശവും അധികാരവും ഭർത്താവിന് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അത് തെറ്റാണ്. അതൊരു സെക്ഷൽ അബ്യൂസ് ആണ്. അതുപോലെ ഫോഴ്സ്ഫുള്ളി ഭർത്താവ് സെക്സ് ചെയ്യുന്നത് മാത്രമല്ല, വേറെ ആരെങ്കിലും കൊണ്ട് സെക്സ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും സെക്ഷൽ അബ്യൂസിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തത് ഇമോഷണൽ അബ്യൂസ് അല്ലെങ്കിൽ മാനസിക പീഡനം. അതായത് കളിയാക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കുക, ഒരു താൻ ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിലാക്കുക. അതൊക്കെ ഇമോഷണൽ അബ്യൂസ് ആണ്. നമ്മുടെ മാനസികമായിട്ട് എന്തൊക്കെ വിഷമങ്ങളോ അല്ലെങ്കിൽ ട്രോമ ബുദ്ധിമുട്ടുകളൊക്കെ നൽകുന്നുണ്ടെങ്കിൽ അത് ഈ ഇമോഷണൽ അബ്യൂസിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഗ്യാസ് ലൈറ്റ്നിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ ഇപ്പോ ഇതെല്ലാം തെറ്റാണ് എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ തന്നെ നമ്മളോട് വീട്ടുകാരും ഭർത്താവിന്റെ വീട്ടുകാരും ഭർത്താവും ഒക്കെ കൂടി പറഞ്ഞ് ഉള്ളിൽ കയറ്റുകയാണ്. അതായത് നീയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം, ചട്ടിയും കലാകുമ്പോ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും, അപ്പോ നീ അഡ്ജസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ പലതും പറഞ്ഞ് ഇവരുടെ ഉള്ളിൽ കയറ്റി അവസാനം ഇവര് തന്നെ അത് വിശ്വസിക്കുന്നു. ശരിയാണ്, ഞാനാണ് പ്രശ്നത്തിന് കാരണം, ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഇതൊക്കെ സാധാരണയാണ് എന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക, നമ്മളെ കൊണ്ട് മെന്റലി അങ്ങനെ ചിന്തിപ്പിക്കുന്നതിനാണ് നമ്മൾ ഗ്യാസ് ലൈറ്റിനിങ് എന്ന് പറയുന്നത്. ഈ ഗ്യാസ് ലൈറ്റിനിങ്ങും ഇമോഷണൽ അബ്യൂസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് നാലാമത്തെ കാര്യം വെർബൽ അബ്യൂസ്. വെർബൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, വഴക്ക് പറയുക, തെറി പറയുക, ഒച്ചത്തില് ചീത്ത പറയുക, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ വാക്കുകളൊക്കെ ഉപയോഗിക്കുക. അതിനൊക്കെ നമ്മൾ വെർബൽ അബ്യൂസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അഞ്ചാമത്തത് ഫിനാൻഷ്യൽ അബ്യൂസ്. അതായത് ഭർത്താവ് ജോലിക്ക് പോകാതെ
ഭാര്യയെ കൊണ്ട് അല്ലെങ്കിൽ ആ സ്ത്രീയെ കൊണ്ട് ഭർത്താവിന്റെ ചെലവും അതുപോലെ ഭർത്താവിന്റെ വീട്ടുകാരുടെ ചെലവും ജോലി ചെയ്യിപ്പിച്ചിട്ട് ചെയ്യിക്കുക എന്നുള്ളത് ഫിനാൻഷ്യൽ അബ്യൂസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോ ഒരു സ്ത്രീ ജോലി ചെയ്ത് തന്റെ സാലറി വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ ഒരു ഭാഗം തന്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ വിസമ്മതിപ്പിക്കുക, ഭർത്താവ് സമ്മതിക്കാതിരിക്കുക, അത് പാടില്ല. ഇത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്, നീ അവർക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, നിന്റെ വിവാഹം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ അതിനുള്ള അവകാശം എനിക്കാണ് എന്നൊക്കെ പറഞ്ഞ് ചെയ്യിക്കുക, അത് ഫിനാൻഷ്യൽ അബ്യൂസ് ആണ്. അതുപോലെ തന്നെ ചില ഭർത്താക്കന്മാരുണ്ട്, അവൾക്ക് ATM ഒന്നും മര്യാദക്ക് ഉപയോഗിക്കാൻ അറിയില്ല, കാശൊക്കെ വെറുതെ ചെലവാക്കും, അത് എന്റെ കയ്യിലിരിക്കട്ടെ. ഭാര്യയുടെ ATM കാർഡ് വാങ്ങി വെക്കുക. അതുപോലെ അവൾക്ക് എന്ത് ആവശ്യങ്ങളും ചെയ്തു കൊടുക്കാതിരിക്കുക. ഇപ്പൊ അത്യാവശ്യമായിട്ടുള്ള സാനിറ്ററി പാഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അത്യാവശ്യത്തിന് പണം ചോദിക്കുക, അത് നൽകാതിരിക്കുക, പണം ചോദിക്കുമ്പോൾ നൽകാതിരിക്കുന്നതൊക്കെ ഫിനാൻഷ്യൽ അബ്യൂസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഈ അബ്യൂസുകൾക്ക്, ഈ ഡൊമസ്റ്റിക് വയലൻസിന് ഒരുപാട് നിയമങ്ങളുണ്ട്. സ്ത്രീകളെ സംരക്ഷിക്കാൻ ഒരുപാട് നിയമവശങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. DV ആക്ട് പ്രകാരം, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം ഈ ഫിസിക്കൽ അബ്യൂസോ അല്ലെങ്കിൽ മെന്റൽ അബ്യൂസ്, ഫിനാൻഷ്യൽ അബ്യൂസ്, അങ്ങനെ പലതരം അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് നിയമവശങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ ലഭ്യമാണ്. എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവര് പറയും കുട്ടികളൊക്കെ ആയില്ലേ, മക്കള് ആയി, ഇനിയിപ്പോ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, ഈ കുട്ടികളും നിങ്ങളെ കണ്ടാണ് വളരുന്നത്. ഈ കുട്ടികളും തന്റെ അച്ഛനെ പോലെ സ്ത്രീകളെ ദ്രോഹിക്കാം എന്നുള്ള കാര്യം പഠിക്കുന്നുണ്ട്. ഇനി പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെയാണ് സ്ത്രീകൾ, നമ്മളെല്ലാം സഹിക്കണം എന്നും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ആദ്യം തന്നെ സ്വന്തം കാലിൽ സ്വന്തം മക്കളെ നിർത്തുക, അതിനുശേഷം വിവാഹം കഴിപ്പിക്കുക. താങ്ക് യു സോ മച്ച്.